നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ വിധി ഒരാൾ മുൻപേ എഴുതി വെച്ചതാണോ, അതോ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒന്നാണോ അത്? ചിലപ്പോൾ കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയപ്പെടുമ്പോൾ നമ്മൾ പറയും അതെന്റെ വിധിയായിരിക്കും. എന്നാൽ പുരാതന ഭാരതീയ തത്വങ്ങൾ പറയുന്നത് വിധി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ കർമ്മം അഥവാ പ്രവൃത്തി, സ്വയം പ്രയത്നം എന്നിവ ഉപയോഗിച്ച് നമുക്ക് ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. നിങ്ങളുടെ വിധി നിങ്ങൾക്ക് അനുകൂലമാകാൻ സഹായിക്കുന്ന പുരാണങ്ങളിൽ പറയുന്ന 5 ശക്തിയേറിയ വഴികൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, 5ാമത്തെ തത്വം ഏറ്റവും നിർണായകമാണ്. ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ആദ്യത്തെ കാര്യം, സെൽഫ് എഫേർട്ട് ഈസ് സുപ്രീം. ഭാരതീയ ദർശനത്തിലെ ഏറ്റവും ശക്തമായ തത്വം ഇതാണ്, സ്വയം പ്രയത്നം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വിധി എന്നത് പഴയ കാര്യങ്ങളാണ്, എന്നാൽ നിങ്ങളുടെ പ്രയത്നം എന്നത് പുതിയ കർമ്മമാണ്. വിധി ഒരു മതിലാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഏക മാർഗം നിങ്ങളുടെ അതിരില്ലാത്ത പ്രയത്നമാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതെ വിധിയെ പഴിചാരുമ്പോൾ നിങ്ങൾ ഒരു ഭീരുവാവുകയാണ്. എന്നാൽ ഫലം എന്തായാലും കഠിനമായി പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിധി നിർമ്മാതാവാകുന്നു. കഴിവുകൾ വികസിപ്പിക്കുക, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക, പ്രതിസന്ധികളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകുക. ഈ നിമിഷം നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രയത്നവും പഴയ വിധിയുടെ ശക്തി കുറയ്ക്കുന്നു. 2ാമത്തെ കാര്യം, സത്കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കർമ്മസിദ്ധാന്തമനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളെ പ്രധാനമായി 3ആയി തിരിക്കാം. ഇതിൽ നമുക്ക് പൂർണ്ണമായി നിയന്ത്രണമുള്ള ഒരു കർമ്മമുണ്ട്, അതായത് ഈ നിമിഷം നാം ചെയ്യുന്ന പ്രവൃത്തികൾ. നമ്മുടെ കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങളുടെ ഫലമാണ് വിധി. എന്നാൽ ഈ നിമിഷം നിങ്ങൾ നല്ലതും ധർമ്മപരവുമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിക്കുള്ള വിധി നല്ല രീതിയിൽ എഴുതി ചേർക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇവയെല്ലാം സത്യസന്ധവും മറ്റൊരാൾക്ക് ദോഷമില്ലാത്തതുമായിരിക്കണം. ഇതാണ് വിധി മാറ്റാനുള്ള ശക്തമായ ആദ്യ പടി. 3ാമത്തെ കാര്യം, ദാനത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ജനറോസിറ്റി ആൻഡ് ഗിവിംഗ്. പുരാതന തത്വങ്ങൾ അനുസരിച്ച് ദാനം ഒരു വ്യക്തിയുടെ വിധിക്ക് മാറ്റം വരുത്താൻ കഴിവുള്ള ഏറ്റവും വലിയ ആത്മീയ ശക്തിയാണ്. കഷ്ടപ്പെടുന്നവർക്ക്, അർഹതയുള്ളവർക്ക് നിങ്ങൾ നൽകുന്ന ധനമോ സമയമോ അറിവോ ഒരു പുഞ്ചിരിയോ ആകാം. ഇതിനെല്ലാം നിങ്ങളുടെ സഞ്ചിത കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയും. ദാനത്തിന്റെ ശക്തി, നിങ്ങൾ മറ്റൊരാൾക്ക് സന്തോഷം നൽകുമ്പോൾ ആ സന്തോഷം പല മടങ്ങായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. നൽകുന്ന കൈകൾക്ക് എന്നും സന്തോഷമുണ്ടാകും എന്നത് വെറും ഒരു ചൊല്ലല്ല, മറിച്ച് വിധി മാറ്റാനുള്ള ഒരു പ്രായോഗിക തത്വമാണ്. 4ാമത്തെ കാര്യം, മനോഭാവത്തെ നിയന്ത്രിക്കുക. കൺട്രോൾ യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ്. വിധി മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ മനോഭാവത്തിലാണ്. ഒരു സാഹചര്യത്തെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സാഹചര്യത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. സന്തോഷത്തിലും ദുരിതത്തിലും ഒരേപോലെ ശാന്തമായ മനസ്സ് നിലനിർത്താൻ പഠിക്കുന്നവൻ്റെ വിധി പോലും മാറുന്നു. നിങ്ങളുടെ സ്ഥിരമായ ചിന്താരീതി നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. നെഗറ്റീവായ ചിന്തകൾക്ക് അടിമപ്പെടാതെ ഏത് പ്രതിസന്ധിയിലും പോസിറ്റീവായ ഒരു സമീപനം നിലനിർത്താൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതും 5ാമത്തെ കാര്യം, സ്വയം വിലയിരുത്തലും ആത്മവിശ്വാസവും. കോൺസ്റ്റന്റ് സെൽഫ് അസസ്മെന്റ് ആൻഡ് സെൽഫ് ബിലീഫ്. ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തത്വം, നിങ്ങളുടെ വിധി മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് ആവശ്യം ആത്മവിചാരം അഥവാ സ്വയം വിലയിരുത്തലാണ്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഇന്ന് ഞാൻ എടുത്ത തീരുമാനങ്ങൾ എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു? എൻ്റെ ഏതെങ്കിലും പ്രവൃത്തി ആർക്കെങ്കിലും ദോഷം ചെയ്തു? നാളെ ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയാകാൻ എന്ത് ചെയ്യണം? വിധി ഒരു കല്ലിൽ കൊത്തിവെച്ച ലിഖിതം പോലെ സ്ഥിരമല്ല. അത് നിങ്ങളുടെ മനസ്സിൻ്റെയും പ്രയത്നത്തിൻ്റെയും പ്രതിഫലനമാണ്. വിധിയിൽ വിശ്വസിക്കുക, പക്ഷേ അതിലുപരിയായി നിങ്ങളിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വിധിക്ക് ഒരു ശക്തിയുണ്ട്, അത് അംഗീകരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പ്രയത്നം, ദാനം, സത്കർമ്മങ്ങൾ, ശരിയായ മനോഭാവം എന്നിവയ്ക്ക് വിധിയെ തിരുത്തി എഴുതാനുള്ള ശക്തിയുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ വിധി ആരായിരിക്കണം എഴുതേണ്ടത്, നിങ്ങളോ മറ്റാരെങ്കിലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.